അതിനിടയ്ക്ക് അവൾ എന്നെ പിടിച്ചൊരു തള്ളു. അന്നെന്റെ വാരിയല്ലിൽ ഒരു കൊളുത്ത് വീണതാ. ഞാനതങ്ങ് സഹിച്ചു. എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. അല്ല, ഞാനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ, ഓർമ്മ വന്നു. അതെ, ആമ്പിള്ളേരെ വീട്ടിൽ വന്ന് നീ ആരതി ഒഴിഞ്ഞപ്പോ ദക്ഷിണയായി 5-6 പവന്റെ ഒരു സ്വർണമാല കിട്ടിയില്ലേ? എവിടെയടി അത്? കയ്യിലുണ്ടോ അതോ അന്ന് തന്നെ തന്തേ മോളും കൂടി അത് വിറ്റ് പുട്ടടിച്ചോ? അത് പെട്ടിക്കകത്ത് വെച്ചിരിക്കേ മാഡം, തൊട്ടിട്ടില്ല. തൊടരുത്. തൊട്ടാ ആ കൈ വെട്ടിക്കളയും ഞാൻ. അത് തൃച്ചംബരത്തെ മുതലാ. നാളെ തന്നെ നീ അതെന്റെ കയ്യിൽ കൊണ്ടു തരണം, കേട്ടല്ലോ? ഇനി ഞാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം പറയാം. അതെ, അനാർക്കലിയുടെ കഥ കേട്ടല്ലോ. നീ ഇനി ഇവിടുത്തെ ആനന്ദ് മോനുമായിട്ട് കൂടുതൽ അടുക്കാൻ നിന്ന ശവക്കല്ലറയിൽ കേറാൻ പോകുന്നത് നീ ആയിരിക്കില്ല, നിന്റെ അച്ഛനായിരിക്കും, ഡ്രൈവർ ദാസൻ. എന്താ, അത് വേണോ നിനക്ക്? കല്യാണത്തിന് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. കുറഞ്ഞ പക്ഷം അതുവരെയെങ്കിലും നീ ഇനി അവന്റെ റൂമിലേക്ക് പോകാനോ അടുപ്പം കാണിക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അറിയാലോ നിനക്ക് ഇവിടുത്തെ ചക്രവർത്തിനിയെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ കൊണ്ട് ഇവിടുത്തെ പറമ്പിൽ ഒരു ശവക്കലറ കെട്ടിക്കരുതെന്ന അർത്ഥം. മാല. എന്താടി, മാല തിരിച്ചു തന്നതിന് സാക്ഷിയായിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണോ സ്വന്തം അച്ഛനെ? ഈ അച്ഛൻ വെറും ഒരു സാക്ഷിയല്ല മാഡം, കർമ്മസാക്ഷിയാ. ഞാൻ മാത്രമല്ല, മക്കൾക്ക് വേണ്ടി സ്വയം കത്തിത്തീരാൻ മടിക്കാത്ത സാക്ഷാൽ കർമ്മസാക്ഷികളാ ഓരോ അച്ഛന്മാരും. ഓഹോ, ഡയലോഗൊക്കെ സൂപ്പർ ആണല്ലോ ദാസേട്ടാ. പക്ഷേ പ്രായപൂർത്തിയായ മകള് ഒരു കാരണവും ഇല്ലാതെ 4-5 പവനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴെങ്കിലും ആ ഉദിച്ചു നിൽക്കുന്ന സൂര്യനൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരുന്നു. അത് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ അതോ മറ്റാരെങ്കിലും പ്രലോഭിപ്പിച്ച് കൊടുത്തതാണോന്നൊക്കെ. മോളുടെ പ്രായം വല്ലാത്തതാണേ. അതറിയില്ലെങ്കിൽ ഈ കർമ്മസാക്ഷികളൊക്കെ കോടതിയിൽ പോയി സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും. പ്രായം വല്ലാത്തതാണേ. അതറിയില്ലെങ്കിൽ ഈ കർമ്മസാക്ഷികളൊക്കെ കോടതിയിൽ പോയി സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും. അതെ, നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയാന്ന് കരുതരുത്. ഒന്നോർക്കണം, ഞാനൊരു അച്ഛനാ. എല്ലാ അച്ഛന്മാരെയും പോലെ മക്കളുടെ മേൽ കണ്ണീരിന്റെ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ കുട നിവർത്തിയതുപോലൊരു അച്ഛൻ. എന്റെ ജീവനാ എന്റെ മോള്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ മകളെക്കുറിച്ച് ഒരു അച്ഛനോട് പറയാവുന്ന വാക്കുകളെ നിങ്ങൾ പ്രയോഗിക്കാവൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർ ആണെങ്കിലും ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിന്ന് വരും. അപ്പൊ പിന്നെ നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ഞാനങ്ങ് മറക്കും. മനസ്സിലായോ? അതുകൊണ്ട് ദമാല കിട്ടിയല്ലോ. എന്റെ മോൾക്ക് ആരുടെ ഒരു ഓശാരവും വേണ്ട. ഇനി ഇതിന്റെ പേരിൽ എന്റെ മോളെ സങ്കടപ്പെടുത്തിയാൽ എളേമേ,
എന്താ പ്രശ്നം? എന്താ മാലയൊക്കെ ആയിട്ട്? നോട്ടെ നോക്കട്ടെ. അല്ല, ഇത് ബ്രോ ഒന്ന് കല്യാണിക്ക് കൊടുത്ത മാലയല്ലേ? ഇതെങ്ങനെ ഇളയമ്മയുടെ കയ്യില്? തിരിച്ചു കൊടുത്തതാ കുഞ്ഞെ. ഇനി ഇതിന്റെ പേരിൽ ഒരു അപരാധവും കേൾക്കാൻ എന്റെ മോൾക്ക് വയ്യ. അപരാധം കേൾക്കാനോ? ദാസേട്ടാ, ഇത് അമ്മയുടെ മുമ്പിൽ വെച്ച് ബ്രോ കൊടുത്തതല്ലേ, ഇതിലെന്താ അപരാധം കേൾക്കാനാ? അരവിന്ദേ, ഇത് ഞാനാ തിരികെ ചോദിച്ചത്. 2 ലക്ഷം രൂപയുടെ മുതലാ. നീ ഇതിൽ ഇടപെടാൻ നിക്കണ്ട. ഇത് എത്ര ലക്ഷത്തിന്റെ ആവട്ടെ, അമ്മയ്ക്കില്ലാത്ത നഷ്ടബോധമൊന്നും തൽക്കാലം ഇളയമ്മയ്ക്ക് വേണ്ട. ദാസേട്ടാ, ഇപ്പോഴും ഈ വീട്ടിലെ അവസാനത്തെ വാക്ക് തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെയും അഖിലാണ്ടേശ്വരിയുടെയാ. അതെ, എന്റെ അമ്മയുടെയും അച്ഛന്റെയും, അല്ലാതെ വേറെ ആരുടെയും അല്ല. അരവിന്ദേ, ഞാൻ ഇളയമേ അമ്മയെ തിരികെ വാങ്ങാൻ ചുമതലപ്പെടുത്തിയോ? ഇല്ലല്ലോ. അത് അപ്പൊ ഇളയമയായിട്ട് കൽപ്പനകളൊന്നും തരാൻ നിൽക്കണ്ട. തൽക്കാലം ഇളയമച്ചില്ലേ. പോയട്ടെ പ്ലീസ്. ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ പോവും, പക്ഷെ തിരിച്ചു വരും കൊടുങ്കാറ്റായിട്ട്. ദാസേട്ടാ, ഇത് കല്യാണിക്ക് അമ്മയുടെ സമ്മതത്തോടുകൂടി ബ്രോ കൊടുക്കുക. അമ്മയുടെ വാത്സല്യം കരുതല ദാസേട്ടാ. അത് ഇനിയും ഇത് മടക്കി കൊടുക്കണമെന്ന് ദാസേട്ടന് നിർബന്ധമാണെങ്കിൽ ദേ അമ്മ അവിടെ ഹാളിലിരിപ്പുണ്ട്, ദാസേട്ടൻ തന്നെ കൊണ്ടു കൊടുത്തേക്ക്. ഇത് തിരികെ കൊടുക്കാൻ ദാസേട്ടനാവുമെങ്കിൽ ആയിക്കോട്ടെ. ദാ. ഹലോ, കല്യാണി, ചായ കിട്ടിയില്ലല്ലോ ഇതുവരെ. ഇപ്പൊ കൊണ്ടുവരാൻ വലിയ ശരി. ചേച്ചി, ഈ ചായ വലിയഞ്ഞിനൊന്ന് കൊടുക്കാൻ പറ്റുമോ? ഇതെന്ത് പറ്റി?
സാധാരണ നീയാണല്ലോ വലിയ കുഞ്ഞിന് ചായയായിട്ട് പോകാറ്. ഇന്നെന്താ പ്രത്യേകത? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് കുറച്ച് നേരത്തെ പോണം, അതാ. പെട്ടെന്ന് അടുക്കളയിൽ ജോലി ഒതുക്കിയ വീട്ടിൽ പോയാലോന്ന് കരുതി. ഓ, അതാണോ? അല്ല കല്യാണി, വല്ല കല്യാണാലോചനയും വന്നിട്ടുണ്ടോ പുതിയതായിട്ട്? ഏയ്, അതൊന്നുമല്ല. അനിയൻകുട്ടിന്റെ പുസ്തകങ്ങൾ വാങ്ങാൻ അവനോടൊപ്പം സ്കൂൾ വരെ ഒന്ന് പോണം, അതുകൊണ്ടാ. ഓ, സ്കൂളിൽ പോകാനായിരുന്നോ? അങ്ങനെയാണെങ്കി എനിക്കൊരു ജിയോമെട്രി ബോക്സ് കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. ചേച്ചിയുടെ മോന് കൊടുക്കാനാ. ശരി ചേച്ചി. ആ, ചായ ചൂടാറുന്നതിന് മുമ്പ് കൊടുക്കണേ. ശരി. ചായ. ആ, വരൂ കല്യാണി. കല്യാണി എവിടെ? കിച്ചണിലുണ്ട്. ശരി. കല്യാണത്തിന് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. കുറഞ്ഞ പക്ഷം അതുവരെയെങ്കിലും നീ ഇനി അവന്റെ റൂമിലേക്ക് പോകാനോ അടുപ്പം കാണിക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അറിയാലോ നിനക്ക് ഇവിടുത്തെ ചക്രവർത്തിനിയെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ കൊണ്ട് ഇവിടുത്തെ പറമ്പിൽ ഒരു ശവക്കലറ കെട്ടിക്കരുതെന്ന അർത്ഥം. ഹലോ ഹലോ. കല്യാണി, പറഞ്ഞു വലിയുഞ്ഞ്. എനിക്കൊരു വെജിറ്റബിൾ സൂപ്പ് വേണം. ഇപ്പൊ കൊണ്ടുവരാം. ശരി. സീവരട്ടാ, ദേ ഇതൊന്ന് വലിയഞ്ചിന്റെ റൂം വരെ കൊണ്ട് കൊടുക്കുവോ? അല്ല, നീയല്ലേ സ്ഥിരമായിട്ട്. അങ്ങനെ സ്ഥിരമൊന്നും ആക്കണ്ട, എനിക്കിവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇത് ചൂടാറുമ്പോ സേവരനൊന്നും കൊണ്ടുകൊടുത്തേതാ.
സാർ ആ അവിടെ വെച്ചേക്ക്. കല്യാണി, വലിയ ഒന്ന് റൂം വരെ വന്നിട്ട് പോ, ഒരാവശ്യമുണ്ട്. വലിയ എന്താ അവിടെ നിൽക്കുന്നേ? കേറി വാ. സത്യം പറയണം, കല്യാണിക്ക് എന്താ എന്നോട് വല്ല പിണക്കമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. വലിയനോട് ഈ ജന്മത്തിൽ എനിക്ക് പിണങ്ങാൻ പറ്റുമോ? എന്നിട്ടാണോ ഞാൻ ചായ ചോദിച്ചപ്പോ നീ കൊണ്ടുവരാതെ വേറെ ആളുടെ കൊടുത്തു വിട്ടത്? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. അത് ഞാൻ കിച്ചണിൽ നല്ല തിരക്കിലായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പകുതിക്കിട്ട് വരാൻ പറ്റില്ലല്ലോ, അതാ. നല്ല ന്യായം. അപ്പൊ സൂപ്പ് ചോദിച്ചപ്പോഴും എടുത്താ പൊങ്ങാത്ത തിരക്കിലായിരുന്നു അല്ലേ? അത് ഞാൻ മതി കല്യാണി, നീ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചേ. ഒരുമാതിരി കള്ളം ചെയ്ത ആൾക്കാരെ പോലെ. ഇതെന്താ കണ്ണ് നിറഞ്ഞത്? തുടച്ചേ, ആ കണ്ണൊന്ന് കാണട്ടെ. കല്യാണി, ആരെങ്കിലും നിന്റെ ഈ കണ്ണുകളുടെ മാത്രം ഫോട്ടോ എടുത്തിട്ടുണ്ടോ? കണ്ണുകളുടെ ഫോട്ടോയോ? ആ, എന്ന് പറഞ്ഞാ നിന്റെ ഈ മുഖം മാത്രമായിട്ട് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഏയ് ഇല്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും. ആ, മുമ്പ് ആധാർ കാർഡിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റേഷൻ കാർഡിൽ പേര് വെക്കാനും അവരെടുത്തു. പക്ഷെ രണ്ടും നാട്ടിലിരിക്കുക. എന്താ വലിയ? ഏയ്, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആധാറിലെ ഫോട്ടോ കണ്ട പ്രസവിച്ച അമ്മ സഹിക്കില്ലെന്നാ പറയുക. ആ ഫോട്ടോ മറന്നുകള. അതല്ലാതെ വേറെ എപ്പോഴെങ്കിലും? ആ, അന്ന് ബ്രാൻഡ് അംബാസിഡർ ആയെന്ന് ഫോട്ടോ എടുത്തായിരുന്നല്ലോ, അത് വലിയല്ലേ എടുത്തേ? അതല്ലാതെ അങ്ങനെ വേറെ ആരും ഫോട്ടോ എടുത്തിട്ടില്ല. ശരി, കല്യാണി നന്നായിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് അതറിഞ്ഞിട്ടൊരു പ്രധാന കാര്യമുണ്ട്, ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.